ഹായ് ഓൾ, വെൽക്കം ടു യൂസ് CMA ഇന്ത്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ഒരുപാട് ലൈക്കും കിട്ടി, ഒരുപാട് കമന്റ്സുകളും കിട്ടി. ഓഡിയൻസ് വളരെ അധികം രീതിയിൽ ശ്രദ്ധിച്ചു, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് വന്ന അതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട്. അതിനൊക്കെ ഉള്ള മറുപടികളായിട്ടും പിന്നെ അതിന്റെ ഒരു പാർട്ട് 2 എന്നുള്ള ലെവലില് CMA കുറിച്ച് ഇനി എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഈ പറയുന്ന വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരുപാട് കമന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മളെ കൂടെ നിന്നുള്ളത് CMA ജാബിർ സാറും അതുപോലെ തന്നെ അസ്ഹർ സാറുമാണ്. നമുക്കറിയാം, ഒരു CMA കാരിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, അവരുടെ കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ ആ കോഴ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നേരിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിട്ടറിയാം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കമന്റ് എന്ന് പറയുന്നത്, സാറിനും പറയും ഒപ്പീനിയൻസ് എങ്ങനെ വേണമെങ്കിലും ആവാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറുപടികൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ, CMA ഫൗണ്ടേഷൻ ആണോ അതോ കാറ്റ് ആണോ ബെറ്റർ ആയിട്ടുള്ളതെന്നാണ്. എന്താണ് ജാബിർ സാറിന്റെ അഭിപ്രായം? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ CMAക്ക് വന്നിട്ട് +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ വഴിയാണ് ഞാൻ CMAക്ക് വന്നിട്ടുള്ളത്. അത് +2 കഴിഞ്ഞിട്ട് ആ 2 മാസം കൊണ്ട് അങ്ങനെ എഴുതിയിട്ടാണ് എന്ത് ചെയ്തത്, ഫൗണ്ടേഷൻ ക്ലിയർ ആയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫൗണ്ടേഷൻ വഴി വരുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ബേസിക്കലി നമ്മൾ പഠിച്ച അഥവാ +2 പഠിച്ച ആ ഒരു ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരുന്നത് ഫൗണ്ടേഷനിൽ വരുന്നത്. അഥവാ അഡീഷണൽ ആയിട്ട് വരുമ്പോൾ അധികം പറഞ്ഞാൽ മാത്സ്, പിന്നെ അതേപോലെ ലോ, ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക് ഫൗണ്ടേഷനിലുള്ളത്. ശരിക്കും 2 മാസം ഉള്ളോ? 2 മാസം കൊണ്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മൾ +2 ചെയ്യുന്ന സമയത്ത് തന്നെ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2 മാസം കൊണ്ട് ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ ഫൗണ്ടേഷൻ. അതല്ല, നമ്മളിപ്പോ CA ഉണ്ടല്ലോ, ആഫ്റ്റർ +2 നമുക്ക് 4 മന്ത് സ്റ്റഡി പീരീഡ് വേണം CA-ല്. ബട്ട് അതുപോലെ CMA ഇല്ല. സ്റ്റഡി പീരീഡ് എന്നല്ല, നമ്മളിപ്പോ +2 ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് CMA ജൂൺ ടേമിലേക്കുള്ള രജിസ്ട്രേഷൻ വരെ ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിക്ക് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, രജിസ്ട്രേഷൻ ചെയ്താൽ മതി. അപ്പൊ ജൂണിൽ എക്സാം ജൂണിൽ എക്സാം എഴുതാം. അപ്പൊ ആ സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഈ സൺഡേ ബാച്ച് അതൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂണിൽ എക്സാം എഴുതാൻ പറ്റും. അതിനുള്ളതേ ഉള്ളൂ ഫൗണ്ടേഷൻ. അതായത് ICMA പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഷന് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതാവുമ്പോൾ ജൂണിൽ നമുക്ക് എഴുതി നേരം എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർക്ക്. അപ്പൊ ജാബിർ സാർ പറഞ്ഞ CMA ഫൗണ്ടേഷൻ ആണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അസർ സാറിനും ഇതേ അഭിപ്രായമാണോ? കാറ്റ് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റ് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. നമ്മൾ കാറ്റ് എന്നുള്ള എക്സാമിന് എന്താണ് കുറ്റം പറയാ, അല്ലെങ്കിൽ അതിന് മോശമാക്കി പറയുന്ന രീതിയല്ല. ബട്ട് നമ്മൾ CMA ഇന്റർമീഡിയറ്റിലേക്ക് എത്തുമ്പോൾ കാറ്റ് എഴുതി വന്ന കുട്ടികൾ നല്ല ബുദ്ധിമുട്ട് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറയാൻ കാരണം? കാരണം കാറ്റ് സിമ്പിൾ ആയിട്ട് പാസ്സാവുന്നുണ്ട് കുട്ടികൾ. അവർ പഠിക്കുന്നില്ല, ബേസ് ക്ലാസ്സുകളൊന്നും കിട്ടാതെ തന്നെ അവർ കാറ്റ് പാസ്സാവുന്നുണ്ട്. അതായത് എക്സാം സിമ്പിൾ ആയതുകൊണ്ടാണോ അതോ? എക്സാമും സിമ്പിൾ ആണ്. മെയിൻലി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ CMA കാറ്റ് പ്ലസ് എന്താണ് ഇന്റർമീഡിയറ്റ് എന്നുള്ള ലെവലിലേക്കാണ് കൊടുക്കുന്നത്. കാറ്റ് ഇന്റർമീഡിയറ്റ് ക്ലാസിന്റെ കൂടെ തന്നെ കാറ്റ് എഴുതിപ്പിക്കും. ദെൻ നേരെ നമുക്ക് എന്താണ് ഇയർ വൈസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ടേം വൈസ് നോക്കുമ്പോൾ ഇത് തന്നെയാണ് സിമ്പിൾ. ബട്ട് CMA ഇന്റർ പാസ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ആരും നോക്കുന്നില്ല. ഈ കാറ്റ് അധികം ഫോൺ വഴിയാണ് എക്സാം എഴുതുന്നത്. അതായത് മൊബൈൽ ഫോൺ വഴി. അതായത് നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എക്സാം എഴുതാം. അപ്പൊ ഈസി ആയിട്ട് വേണമെങ്കിൽ കോപ്പി അടിക്കാൻ പോലും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികള് കാറ്റ് എഴുതി ഇവിടുന്ന് ഇപ്പുറത്തെ കുട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവനിങ്ങനെ എഴുതുന്നുണ്ട്. അതായത് നമ്മളവിടെ CA വന്നിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ CMA സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടാവാം. കാരണം അങ്ങനത്തെ കുട്ടികളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാന്നുള്ളത് അല്ലേ. ഫൗണ്ടേഷൻ ആണെങ്കിൽ സെൻട്രൽ വൈസ് എക്സാം ആണ് നോർമൽ. അത് ആ സെന്ററിൽ പോയിട്ട് നമുക്ക് കറക്റ്റ് ഓൾ ഇന്ത്യ എക്സാം എന്നൊരു ഫീൽഡിൽ എഴുതാം. അതാണ് CMA കാറ്റിന് 100% റിസൾട്ട് വരാൻ കാരണം. സ്വന്തം വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ എടുത്ത് വേണമെങ്കിൽ നോക്കി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് വരെ ചെയ്യാം. പക്ഷെ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിപ്രായം വരിക CMA ഫൗണ്ടേഷൻ വഴി തന്നെ പഠിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ചെയ്യാന്നൊക്കെ പറയും. പക്ഷെ ഒന്നും കൂടി ഒരു ലെവലിൽ പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഞാൻ പറയാം, ഒന്നെങ്കിൽ ഫൗണ്ടേഷന്റെ അക്കൗണ്ട്സും നമുക്ക് അടുത്ത ലെവലിലോട്ട് അതിൽ വേണ്ട അക്കൗണ്ട്സും ലോയും മാത്രമാണ്. എക്കണോമിക്സും മാത്സും നമുക്ക് നെക്സ്റ്റ് ഇന്റർ ലെവലിലോട്ട് ശരിക്കും ആവശ്യമില്ല. അത് ആ ഫൗണ്ടേഷൻ ലെവലിലോട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ അക്കൗണ്ട്സും ലോയും നല്ലോണം വൃത്തിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിക്ക് പഠിച്ച് നല്ല രീതിക്ക് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കാറ്റ് എഴുതുകയും കാറ്റ് വേഗം പാസ്സായി നേരെ ഇന്റർമീഡിയറ്റ് തുടങ്ങുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒരു ബെറ്റർ ഓപ്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞത്? ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇപ്പോൾ CA CMA എടുക്കുന്ന ആൾക്കാരെ എനിക്ക് തോന്നുന്നു നമ്മള് ഒരു 90% ആൾക്കാരും ഇത് ചൂസ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും പറയുമ്പോൾ ഈ 10% ആൾക്കാരെ മേ ബി അങ്ങനെ അക്കൗണ്ട്സും ലോയും പഠിച്ച് ഇന്റർമീഡിയറ്റിൽ അടിപൊളിയായിട്ട് പാസ്സായി പോകുന്നുണ്ടാവും. ബട്ട് അവരെ നോക്കിയിട്ട് ബാക്കിയുള്ള കുട്ടികൾ അതായത് കാറ്റ് എഴുതി വരുന്ന ഇന്ററിൽ എത്തുന്ന 13 കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഫെയിലിയർ നല്ലോണം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഈവൻ CMA ഫൗണ്ടേഷൻ നമുക്ക് ഓൺലൈനായിട്ട് വന്നപ്പോൾ പോലും CMA ഇന്റർവ്യൂ ഈ പ്രശ്നം കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം CMA ഫൗണ്ടേഷൻ ഇതേപോലെ വീട്ടിൽ നിന്ന് എഴുതാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് ടൈമിൽ. അത് ആ കുട്ടികളൊന്നും ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും CMA ഇന്റർ പാസ്സാവാത്ത അതിൽ ഒരുപാട് കുട്ടികളുണ്ട്. അതിന്റെ മെയിൻ റീസൺ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള ലെവലിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ CMA ഫൗണ്ടേഷൻ റൂട്ട് വഴി പോകേണ്ടതെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകുന്നതാണോ അതോ +2 കഴിഞ്ഞതിന് ശേഷം CMAക്ക് പോകുന്നതാണോ ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. അതെപ്പോഴും നമ്മൾ ടേം വൈസ് നോക്കാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ +2 തന്നെയാണ് അത്. പക്ഷെ കമന്റിൽ ഒരു വേറെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതായത് +2 കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും ഇതിനോടത്തോളം പഠിക്കാനുള്ള ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ പഠനത്തിനോടുള്ള ഒരു അത്രമാത്രം ഒരു സീരിയസ്നെസ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഡിഗ്രി റെഗുലർ ആയിട്ട് പോയി കഴിയുമ്പോഴേക്കും നല്ലൊരു ലെവലിൽ ഡിഗ്രി ഗ്രാജുവേഷൻ നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ ആ ലെവൽ ഓഫ് ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി നമുക്ക് വന്നിട്ടുണ്ടാവും. പിന്നെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് കടക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സീരിയസ് പഠിത്തത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനോട് ശരിക്കും എങ്ങനെയാണ് അഭിപ്രായം? അത് ഡിഗ്രി വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു എക്സംഷൻ കിട്ടുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് മാത്രമാണ്. ഞാൻ പറഞ്ഞ 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ 3 മാസം കൊണ്ട് 3 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്. 2 മാസം കൊണ്ട് ശരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 3 വർഷം എടുത്തിട്ട് കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബെനിഫിറ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, കിട്ടുന്നില്ല. അത്രയൊരു നല്ല പീരീഡ് അല്ല പോകുന്നത്, മിസ് ആവുന്നത്. അപ്പൊ എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് പോണതിന് മുമ്പ് CMA അല്ലെങ്കിൽ CA പോലത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. പല ആൾക്കാരും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെ സെയിം എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അങ്ങനെ വരുന്നവരാണ്. അത് അറിയുന്നതാണോ അതോ അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതാണോ? അത് കഴിഞ്ഞിട്ട് ചിന്തിക്കുന്നവരാണ്. അതായത് +2 കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രി അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, പിന്നെ അടുത്ത ലെവൽ ചിന്തിക്കുമ്പോൾ CMAക്ക് വരും. അപ്പൊ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫൗണ്ടേഷൻ എഴുതണ്ട, ഡയറക്റ്റ് ഇന്റർലോട്ട് പോകാന്നുള്ളതാണ് അതിന് ബെനിഫിറ്റ്. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ളത് +2 കഴിഞ്ഞ ശേഷം പോവുക. കമന്റിൽ പറഞ്ഞത് മെച്യൂരിറ്റി ആണ്. ഇപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് മെച്യൂരിറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. CMA ഫൗണ്ടേഷൻ ഒരു വട്ടം ഫെയിൽ കഴിഞ്ഞാലും മെച്യൂരിറ്റി വരും. അതായത് ഒരു വട്ടം മെച്യൂരിറ്റി വരുന്നതാണ്. മെച്യൂരിറ്റി വരും എന്തായാലും. കാരണം ഇവര് പറയുന്നത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എത്രയും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അല്ല, ഇന്നത്തെ കാലത്ത് +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഈ വർഷം +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ആ ലെവൽ ഓഫ് മെച്യൂരിറ്റി വരുന്നില്ലേ? സാറിന് അഭിപ്രായം എന്താ? ഇല്ല, അത് വരുന്നില്ല എന്നാണ്. എങ്ങനെ, എന്താ പറഞ്ഞത്? ആ ഒരു ഡെഡിക്കേഷനോട് കൂടി വരുന്ന കുട്ടിയാണെങ്കിൽ എന്തുണ്ടാകും, ആ സീരിയസ്നെസ് കാണിക്കും. വെറുതെ ഒന്നിലും കേട്ടിട്ട് വന്ന് ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ വരുന്നില്ല. അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ ജനറേഷൻ പെട്ട 2000 ജനറേഷൻ പെട്ട വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. +2 കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ലെവൽ ഓഫ് മെച്യൂരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അതിനുള്ള മറുപടി അവിടെ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, മാത്സ് നല്ലോണം അറിയണോ എന്നുള്ളതാണ്. അതായത് CMAക്ക് വരുന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി കൊമേഴ്സ് ഫീൽഡിൽ നിന്നുള്ള കുട്ടികളാണ് അധികം CMAക്ക് വരുന്നത്. അപ്പോൾ മാത്സ് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം മാത്സ് തൊട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് മാത്സ് അറിയണമെന്നുണ്ട്? മാത്സ് അറിയണം, മാത്സ് നിർബന്ധമായിട്ട് അറിയണോ? കാരണം ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമാണോ മാത്സ് വരുന്നത്? അതെ, ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമാണ് മാത്സ് വരുന്നത്. ഓക്കെ, എന്തായാലും മാത്സ് അറിയണം. കാരണം ഈ ഒരൊറ്റ സബ്ജക്റ്റോട് ചിലപ്പോൾ നിങ്ങൾ 3-4 വർഷം ഫൗണ്ടേഷൻ തോറ്റ് ഇരിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട്. പക്ഷെ മാത്സ് കൊണ്ട് പ്രയാസപ്പെടുന്ന സിറ്റുവേഷനിലോട്ട് പോകുമോ? ഒരിക്കലും. കാരണം +2 പഠിക്കുന്ന സ്റ്റാറ്റി ഉണ്ട്. നമ്മൾ +2 കൊമേഴ്സിൽ പഠിക്കുന്ന സ്റ്റാറ്റി ആണ് ഇവിടെ 60% വരുന്നത്. സ്റ്റാറ്റി പ്ലസ് മാത്സ് ആണ് ആ സബ്ജക്ട് വരുന്നത്, ടോപ്പിക് വരുന്നത്. അപ്പൊ അത് സ്റ്റാറ്റിൽ ഫോക്കസ് ചെയ്യാം. 60% സ്റ്റാറ്റിലുണ്ട്. പിന്നെ മാത്സിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ ടൈം വാല്യൂ, നമ്മൾ അതിന്റെ ടൈം വാല്യൂ അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് വരുമ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഉള്ളത് എന്താണ്? മാത്സ് മാത്സിനെ കുറിച്ച് പേടിയോ ടഫോ ഉള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി, 60% +1 +2 സ്റ്റാറ്റിയ വരുന്നത്, അതിൽ ഫോക്കസ് ചെയ്യുക. ദെൻ മാത്സിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഫൗണ്ടേഷൻ ലെവലിൽ മാത്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്റർ ലെവൽ അതിന്റെ ആവശ്യം നമുക്കില്ല. +1 +2 നിങ്ങൾ സീനെ കുറിച്ച് അറിയാന്നുണ്ടെങ്കിൽ മാത്രം 10th കഴിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ സയൻസ് എടുത്തിട്ട് വരുന്നതാണ് അവർക്ക് ബെറ്റർ. കാരണം മാത്സ് നന്നായിട്ട് അറിയുകയും ചെയ്യും. നമുക്ക് ഫൗണ്ടേഷനിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പഠിക്കാനും ക്രാഷ് ബാച്ച് നമ്മൾ 2 മന്ത് കൊണ്ട് നിൽക്കുന്ന സമയത്ത് സയൻസ് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായി. ദെൻ CMA ഇന്ത്യയാണോ CMA US ആണോ ബെറ്റർ എന്നാ ചോദിക്കുന്നത്? ഓഫ് കോഴ്സ് CMA ഇന്ത്യ. എന്താണ് CMA ഇന്ത്യ? നിങ്ങൾ രണ്ടാണ് CMA ഇന്ത്യയാണോ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനല്ല, അബ്രോഡ് പോയി അവിടെ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ യൂറോപ്യൻ കൺട്രീസ് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ സെറ്റിൽ ആവണം ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏതാണ് CMA US ആയിരിക്കും. ബിക്കോസ് 180+ കൺട്രീസിൽ വാലിഡ് ആയിട്ടുള്ള കോഴ്സാണ് CMA USA എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ CMA US അല്ലേ ബെറ്റർ? അല്ല, ഞാൻ പറയുമ്പോൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കണം അങ്ങനത്തെ. ഇപ്പൊ ഈവൻ ഗൾഫ് കൺട്രീസ് ആണെങ്കിൽ പോലും CMA ഇന്ത്യ ഈക്വലി എന്താണ്. അല്ല, അവിടെ ഒരു ചോദ്യം വരും. അതായത് CMA ഇന്ത്യ ശരിക്കും കൂടുതൽ വാലിഡിറ്റി ഉള്ള ഇന്ത്യയിൽ മാത്രമാണോ അതോ CMA ഇന്ത്യ ഏത് കൺട്രീസിൽ പോയാലും അത് ഉപകാരപ്പെടുമോ?
CMA ഇന്ത്യയിലെ കാര്യം വെച്ചാൽ സൈനിങ് അതോറിറ്റി അല്ലെങ്കിൽ സൈനിങ് പവർ കിട്ടിയ ഇവിടെ മാത്രമാണ് ഇന്ത്യയിൽ മാത്രമാണ്. പോയാലും കിട്ടൂല, സൈനിങ് പവർ കിട്ടൂല. ബട്ട് ഈ മാനേജീരിയൽ പൊസിഷനിൽ കിട്ടുന്ന ജോബ് അത് ഈക്വലി അത് CMA US ആണെന്നുള്ള സൈൻ പവർ ഇല്ലല്ലോ. ഇല്ല. അല്ല, ഞാൻ അതിന് കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും CMA USA എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ആഡ് ഓൺ കോഴ്സ്. അതായത് ഒരു ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ CA CMA പോലെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ ഒരാൾക്കാര്, അല്ലെങ്കിൽ MCOM കഴിഞ്ഞ ഒരാൾക്കാര്, ഇങ്ങനെ അല്ലെങ്കിൽ MBA കഴിഞ്ഞ ഒരാൾക്കാർക്ക് ഒരു ആഡ് ഓൺ കോഴ്സ് എന്നുള്ള ലെവലിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് CMA USA ചെയ്യുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് പാസ്സാവും, 1 ഇയർ കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആവും, 2 വർഷത്തെ ട്രെയിനിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് BCom പ്ലസ് MCOM ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ MBA ഉണ്ട്, അതിൽ നമ്മളെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് CMA USA യൂസ് ചെയ്യാണ് ബെറ്റർ എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, ദെൻ ഫൈനൽ 5ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ട്, അതെ, വളരെ ഈസി ആയിട്ട് എന്ന് പറയാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി CMA ഇന്ത്യ അതുപോലെ CA അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ CMA US ഒന്നുകൂടി better. പക്ഷെ ഫെയിലിയർ എന്നുള്ള ലെവലിൽ കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. CMA US അധികം നമ്മള് മൈൻഡ് എന്താണ് ലോജിക്കാണ്. ഇപ്പൊ ഞാൻ ഇതുപോലെ CMA ഒരു ഫാക്കൽറ്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ലോജിക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ CA CMA ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതിന്റെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ടാവും. ആ പാറ്റേൺ വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. CMA US പക്ഷെ അങ്ങനെയല്ല, ലോജിക് വൈസ് ആണ്. പക്ഷെ CMA US പഠിച്ചിട്ട് അത് കിട്ടാതെ നടക്കുന്നു എന്നൊരു പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അത് കിട്ടാതെ അങ്ങനെ പ്രയാസപ്പെട്ട് അത് നിർത്തിപ്പോയി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരുവിധം പഠിക്കാൻ പറ്റുന്നവർക്ക് ജോലി അന്വേഷിച്ച് നടക്കുന്നത് കേട്ടിട്ടുണ്ട്. അതെ, ജോലി അത് വളരെ ഫാക്ടറാണ്. അതും കൂടി നമ്മൾ പറയണം. ജോലി കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ 100% പ്ലേസ്മെന്റ് എന്തായാലും ഇത് വെച്ചൊരു ജോലി കിട്ടും എന്നൊരു ഉറപ്പൊരിക്കലും നമുക്ക് CMA USA കൊണ്ട് കഴിയൂല. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും 2 വർഷത്തെ അതിന്റെ ഒപ്പമുള്ള അവർ പറയുന്ന ഇന്റേൺഷിപ്പ് ഒരു നല്ല കമ്പനിയിൽ ചെയ്തിരിക്കണം. പലരും അത് ചെയ്യുന്നില്ല, നേരിട്ട് ജോലിക്ക് കയറുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പോ ഒരുവിധം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ കൂടി, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് CMA നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എന്നാലും കമന്റിൽ വന്നു, ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടി CMA ഫൗണ്ടേഷൻ എഴുതണോ എന്നുള്ളതാണ്. വേണ്ട എന്നുള്ളതാണ് അതിന്റെ കമന്റ്. അതായത് ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുട്ടിക്ക് പിന്നെ ഫൗണ്ടേഷൻ എഴുതണ്ട, ഡയറക്റ്റ് ഇന്റർലോട്ട് വരാം എന്നുള്ളതാണ്. 5 ചോദ്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഇതിന്റെ പാർട്ട് 3 ആയിരിക്കും നെക്സ്റ്റ് വരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. കാരണം ആ കമന്റുകളിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് പലർക്കും എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോ CMA ഇഷ്ടപ്പെടുന്ന, CMA ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കരിയറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രോത്ത് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പൊ തന്നെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.